മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് രേഖ രതീഷ്. മലയാള സീരിയലുകളിലെ സ്ഥിര സാന്നിധ്യമായ രേഖ ബാലതാരമായി തന്നെ സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ്. ഇപ്പോൾ നിരവധി സീരിയലുകളിലാണ് താരം പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൽ മുമ്പ് സംപ്രേഷണം ചെയ്തിരുന്ന പരസ്പരം എന്ന സീരിയലിലെ പത്മാവതിയമ്മ എന്ന ക്യാരക്ടറാണ് താരത്തിന് വലിയൊരു കരിയർ ബ്രേക്ക് തന്നെ നൽകിയിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ അത്രയും പ്രായമായ ഒരു അമ്മയുടെ കഥാപാത്രമായിരുന്നു താരം അന്ന് അവതരിപ്പിച്ചിരുന്നത്. മികച്ച അംഗീകാരമായിരുന്നു ആ വേഷത്തിന് താരത്തിന് ലഭിച്ചിരുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ പിതാവിനോടും സിനിമാ നടിയായ അമ്മയോടുമൊപ്പം ചെന്നൈയിലായിരുന്നു താരം വളർന്നത്. ഉന്നേ നൻ സന്ധിത്തെ എന്ന ചിത്രത്തിൽ രേവതിയുടെ ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ടാണ് രേഖയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. പിന്നീട് കുടുംബ സുഹൃത്തായ ക്യാപ്റ്റൻ രാജുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീവത്സൻ സംവിധാനം ചെയ്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത നിറക്കൂട്ട് എന്ന പരമ്പരയിലൂടെ താരം തൻ്റെ സീരിയൽ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. അതോടെ നിരവധി പരമ്പരകളിലാണ് താരം നായികയായി എത്തിയത്. അഭിനയ ജീവിതത്തിന് ഇടയ്ക്കൊരു ഇടവേള എടുത്തെങ്കിലും പൂർവാധികം ശക്തിയോടെയായിരുന്നു താരത്തിൻ്റെ തിരിച്ചുവരവ്. രണ്ടാം വരവിൽ കൂടുതലും അമ്മ വേഷങ്ങളിലാണ് താരം തിളങ്ങിയത്. തൻ്റെ 38ാമത്തെ വയസ്സിലാണ് 60കാരിയായി താരം സ്ക്രീനിൽ എത്തിയത്. എന്നാൽ അഭിനയിക്കുക എന്നതാണ് പ്രധാനം. അതിന് പ്രായത്തിന് വലിയ പ്രാധാന്യമില്ല എന്നാണ് താരം വിശ്വസിക്കുന്നത്. ഇപ്പോൾ മഴവിൽ മനോരമയിലെ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലാണ് താരം നിലവിൽ അഭിനയിക്കുന്നത്. തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ താരം സോഷ്യൽ മീഡിയാസിൽ പങ്കുവയ്ക്കാറുണ്ട്. സിംഗിൾ മദറായ രേഖയ്ക്ക് ഒരേയൊരു മകനാണുള്ളത്. മകനോടൊന്നിച്ചുള്ള റീലുകൾ താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി എത്തിയ വിശേഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ആഡംബര വാഹനമായ ഹോണ്ട എലവേറ്റർ താരം സ്വന്തമാക്കിയിരിക്കുകയാണ്. വെള്ള നിറത്തിലുള്ള വാഹനമാണ് താരം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വിലമതിക്കുന്ന വാഹനമാണ് ഹോണ്ട എലവേറ്റർ. തൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് എന്നാണ് താരം പറയുന്നത്. തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ 5ഉം 6ഉം വിവാഹം കഴിച്ചതിനെതിരെ നിരവധി വിമർശനങ്ങൾ രേഖ രതീഷിന് ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെയാണ് താരം തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധി ആരാധകരാണ് ഇപ്പോൾ താരത്തിന് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്.